Hi friends, healthy and beauty tips in Ramzan special recipe ആണ് chicken fried rice. ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റമാണ്, അതുപോലെ എൻവി ആണ്. അതുകൊണ്ട് തന്നെ ഈ റംസാന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞങ്ങൾ സെലക്ട് ചെയ്തത്. നമുക്ക് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, അതുപോലെ എങ്ങനെ കുക്ക് ചെയ്യാം, വീട്ടിൽ തന്നെ അല്ല ഹോംലി ആയിട്ട് ഉള്ള ഫ്രൈഡ് റൈസ് എങ്ങനെ കുക്ക് ചെയ്യാനുള്ളത് നമുക്ക് കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ബെൽ ഐക്കൺ വരും. ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓൾ ഓപ്ഷൻ വരും. ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി ചിക്കൻ ഫ്രൈഡ് റൈസ് വീട്ടിൽ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ കാണാം. ഓക്കെ, ലെറ്റ് us go for the video. ചിക്കൻ ഫ്രൈഡ് റൈസിന് ഞാൻ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴുകി 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ നമ്മൾ ഒരു പാത്രം ഗ്യാസിൽ വെച്ച് വെള്ളം ചൂടായപ്പോഴത്തേക്ക് അത് ഇട്ട് കൊടുക്കുവാണ്. ഇതിന്റെ കൂടെ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുക്കാ പരുവത്തിൽ നമുക്ക് അത് വെന്ത് വാർത്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതുവരെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. ബസ്മതി റൈസ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ചിക്കൻ ഞാൻ 1/4 കിലോയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാഫ് ഫ്രൈഡ് ആയിട്ടുള്ള ഒരു ബോൺലെസ് ചിക്കൻ ആണ് ഇത്. അതാണ് നല്ലത്. അത് ഹാഫ് ഫ്രൈ ചെയ്തിട്ട് കുഞ്ഞു പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ചെറിയൊരു ബൗളിലുള്ള ചിക്കൻ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് കാണാം. ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന ഒരു ബൗൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ വേണം. എന്ത് ഓയിൽ വേണം യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത കാബേജും അതുപോലെ തന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ് എടുത്തിട്ടുണ്ട്. എല്ലാം നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നാലേ അത് ഫ്രൈഡ് റൈസ് നല്ല കാണാനും ടേസ്റ്റി ആയിട്ട് ഇരിക്കത്തുള്ളൂ. ആവശ്യമുള്ള വെജിറ്റബിൾസ് നമുക്ക് എടുക്കാം. നമ്മുടെ റൈസിനും അതുപോലെ നമ്മുടെ ചിക്കനും ആവശ്യമുള്ള വെജിറ്റബിൾസിന്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അടുത്ത് നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിപ്പിച്ചതാണ്. 2 സ്പൂൺ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് ഇട്ടാൽ മതി. ഇതെല്ലാം കൂടെ ഫ്രൈ ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. നമ്മൾ റൈസ് വേവിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിലോ അല്ലെങ്കിൽ അടുപ്പിലോ ഉരുളി വെച്ച് എണ്ണ ഒഴിച്ച് ഇനി എല്ലാം വറുക്കാൻ തുടങ്ങാം. അതുപോലെ തന്നെ ഇച്ചിരി വലിയ പാത്രം എടുക്കുന്നതാണ് നല്ലത് നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ. അതുകൊണ്ട് ഇച്ചിരി വലിയ ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി എണ്ണ ചൂടായി. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്നൊന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളിട്ടു. അപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ഇടാം. അത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള മൂത്ത് കഴിഞ്ഞിട്ട് ബാക്കി വെജിറ്റബിൾസ് ഇട്ടാൽ മതി. നമുക്ക് ഇനി വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ക്യാരറ്റും കാപ്സിക്കം, ബീൻസ്, അതുപോലെ കാബേജ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഒരുമിച്ച്. ആവശ്യമുണ്ടെങ്കിൽ ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മുടെ ഓയിലിന്റെ ഇതനുസരിച്ച് നമ്മുടെ ഇഷ്ടം, കൂടുതൽ ഓയിൽ വേണമെങ്കിൽ കൂടുതലൊക്കെ ആവശ്യമൊക്കെ ഒഴിക്കാം. ഇൻകേസ് കുറച്ചാണ് ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ചൊക്കെ ഇച്ചിരി കുറച്ചൊഴിച്ചാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം നല്ലതായിട്ട് വേണം. അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അടുപ്പ് വെച്ച് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ്, നല്ല ചൂട് കിട്ടുള്ളൂ ഗ്യാസിനേക്കാളും. അപ്പൊ നമുക്ക് അടുപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ നമുക്ക് അടുപ്പ് ഉപയോഗിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞങ്ങള് അടുപ്പ് യൂസ് ചെയ്യാറുണ്ട്, വിറകടുപ്പ്. അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും പെട്ടെന്ന്. നല്ല ഹീറ്റ് അല്ലായിരുന്നു, അതുകൊണ്ട് ഇതിപ്പോ ഇച്ചിരി സമയം എടുക്കും ഫ്രൈ ആയി കിട്ടാൻ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം
നേരത്തെ തന്നെ റൈസിന് ഉപ്പിട്ടാണ് വാർത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചിക്കൻ ആയാലും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചും ചെറുതായിട്ട് ഫ്രൈ ചെയ്താണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്താൽ മതി. ഇനി നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലും അതിന് വെച്ചിരിക്കുന്നൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇപ്പൊ നമുക്ക് ഫ്രൈ ചെയ്ത് അതുപോലെ ബോയിൽ ചെയ്ത് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് കുഞ്ഞു പീസാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളകി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് എഗ്ഗ് മുട്ട 2 എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് പൊട്ടിച്ച് കൊടുക്കാം. പൊട്ടിച്ചിടാം. ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചോളും. സാധാരണ എല്ലാവരും വെജിറ്റബിൾസിലാണ് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. ഇപ്പൊ ഞാൻ ചിക്കൻ കൂടി ഇട്ടിട്ടാണ് ഇടുന്നത്. നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിൽ ഫ്രൈഡ് റൈസ് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്യാം. ഇച്ചിരി ഓയിലോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഉപ്പും ഒക്കെ നോക്കിയിട്ട് നമുക്ക് റെഡിയായി വരുന്നുണ്ട്. ആവശ്യമുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് മല്ലിയിലൊക്കെ ഇട്ട് നമുക്ക് റെഡിയാക്കി എടുത്തു. നമുക്ക് ലെമൺ ജ്യൂസ് ഒരു പകുതി നാരങ്ങ ഞാൻ ജ്യൂസ് എടുത്ത് വെച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. റെഡിയായി വരുന്നു. ഇനി നമുക്ക് ചൂടായിട്ട് തന്നെ പ്ലേറ്റിൽ സെർവ് ചെയ്ത് കഴിക്കാം. റെഡിയായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ റംസാൻ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റംസാന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അഡ്വാൻസ് റംസാൻ വിഷസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.